എല്ലാവർക്കും KRR ട്രാവൽ വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടായിരുന്നു വീഡിയോസ് ഒന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്ഥലം എന്ന് പറയുന്നത് പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ദ പോയിന്റ് എന്നാണ്. അതിൻ്റെ മറ്റൊരു പേര് പാം ജുമേറ ഐലൻഡ് എന്ന ഒരു പേര് അതിനുണ്ട്. നമ്മളിപ്പോൾ നേരെ കാണുന്ന ഹോട്ടലാണ് അറ്റ്ലാന്റിസ് ഹോട്ടൽ. അതേപോലെ ഇതൊരു നല്ലൊരു ലക്ഷറി ഹോട്ടലാണ്. സാധാരണക്കാരായ ആൾക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് അല്ല ഈ ഒരു ഹോട്ടലിൻ്റേത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ബോട്ടിങ് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, വേറെ എങ്ങും ഈ ഒരു ബോട്ടിങ് നമുക്ക് കാണാൻ പറ്റില്ല. ഈ കാണുന്നതാണ് അറ്റ്ലാന്റിസ് ഹോട്ടൽ. അതിന്റെ ഫ്രണ്ടിലൊക്കെ കണ്ടോ എന്തോരം ഭംഗിയാന്ന്. ഇത് കണ്ടോ, അതൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല, സമയമില്ല. നമ്മളിപ്പോൾ തന്നെ പോവുകയാണ്. 10 മിനിറ്റ് വരെ നമുക്ക് സമയം തന്നിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മളിത് മൊത്തം കണ്ടു തീർത്തിട്ട് പോകണമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങോട്ട് നോക്കി, അത് കണ്ടോ ബിഗ് ബലൂൺ. നമ്മുടെ സൗദിയിലുണ്ട് ബിഗ് ബലൂൺ, ബൊലിവാഡ് വേൾഡിലുണ്ട് ബിഗ് ബലൂൺ. കണ്ട, ഇതിലൊന്ന് കയറണം ഞാൻ കരുതിയിട്ട് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ലേ. അത് പ്രൈവറ്റ് ബീച്ചാണ്. അതാ കാണുന്ന കോടീശ്വരന്മാർ വന്ന് ഉല്ലസിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന അറ്റ്ലാന്റിസ് ഹോട്ടൽ. അത് ഏത് ഇവിടെയാണ് ന്യൂ അറ്റ്ലാന്റിസ് വരുന്നത്. ഏത് കണ്ടോ മോണോറയിൽ കണ്ടോ. അടിപൊളിയാട്ടോ. വാട്ടർ സ്പോർട്സ് ഒക്കെ ഇവിടെ ചെയ്യാം നമുക്ക്. ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അത് മൊത്തം പ്രൈവറ്റ് ആണ്. വാട്ടർ പാർക്ക്, വാട്ടർ തീം പാർക്കാണോ അത്? കണ്ടോ, അടിപൊളിയാട്ടോ. അപ്പം നിങ്ങൾ ദുബായ് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വരണം. ഈ സ്ഥലത്തിന്റെ പേരെന്താ? The Point. The Point. Okay. This location where we are now, it's called the Point, but this is on the Palm Jumeirah Island. Palm Jumeirah Island. നമ്മുടെ ഗൈഡിന്റെ പേര് വിഷ്ണു എന്നാണ്. അദ്ദേഹം നമുക്ക് എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു മാളാണ്, നഖീൽ മാൾ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് വോക്ക് സിനിമാസ് കാണാം, H&M, സെഫോറ, ഇതിൻ്റെയൊക്കെ ബ്രാൻഡ് നമുക്കതിനകത്ത് കാണാൻ പറ്റും. അതാ കണ്ട, ആ മാളിൻ്റെ പേരാണ് നഖീൽ മാൾ. ഇപ്പം നമ്മളൊരു ചെറിയൊരു സിറ്റി ടൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ബിൽഡിങ്ങുകൾ, നല്ല നല്ല മാളുകൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സൗദിയിൽ നിന്നും ദുബായിയായിട്ടൊരു കമ്പാരിസൺ നടത്തുവാണെങ്കിൽ ശരിക്കും നമ്മൾ സൗദിയിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും ഇതൊക്കെ അതേപോലെ തന്നെ അവിടെ ഇതുപോലെ തന്നെയാണ് നമുക്ക് തോന്നിയത്. പിന്നെ ആ ഒരു ബുർജ് ഖലീഫ, ആ ഒരു ന്യൂ ദുബായ് ശരിക്കും ഭയങ്കര വ്യത്യസ്തമാണ്. അത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എനിക്കിങ്ങനെ വണ്ടിയിരുന്ന് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്, പ്രത്യേകിച്ച് റോഡ് ട്രിപ്പുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സൗദിയിൽ നിന്ന് ദുബായിലേക്ക് കാർ ഓടിച്ചു വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ വന്നത്.
നമ്മളിപ്പോൾ നേരെ കാണുന്ന ദുബായ് മറീനയാണ്. അതിൻ്റെ സൈഡിലെല്ലാം കാണുന്ന പ്രൈവറ്റ് ബീച്ചുകളാണെന്നാണ് നമ്മളോട് ടൂർ ഗൈഡ് പറയുന്നത്. ഈ കാണുന്നത് ഒരു ഐലൻഡാണ്. ആ ഒരു ഐലൻഡിൻ്റെ പേര് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഐലൻഡ് എന്നാണ്. അതൊരു പ്രൈവറ്റ് ഐലൻഡാണ്. അങ്ങനെ നമ്മൾ പാം ജുമേറയുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ജുമേറ ബീച്ചിലേക്ക് പോവാണ്. ഈ ജുമേറ ബീച്ചിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പാലസ് ഉണ്ടെന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് പറയുന്നത്. ആ ഒരു പാലസാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഈ കാണുന്നതെല്ലാം ആ ഒരു പാലസിൻ്റെ ഭാഗങ്ങളാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മൊത്തം യൂണിവേഴ്സിറ്റികളാണ്. അതുപോലെ തന്നെ ദുബായ് മീഡിയ സിറ്റി, നോളജ് പാർക്ക്, അതൊക്കെയാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ഇവിടുത്തെ റോയൽ ഫാമിലി എന്ന് പറയുന്നത് ബിഗ് ഫാമിലിയാണ്. ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഇവിടെ താമസിക്കുന്നത് ദുബായ് റൂളർ ഷെയ്ഖ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ പാലസ് ഉണ്ടെന്നാണ് നമ്മളോട് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു പാലസിൻ്റെ മറ്റൊരു പേര് ബീച്ച് പാലസ് എന്നതാണ്. അതേപോലെ തന്നെ അവർക്ക് ബീച്ചിലൊക്കെ പോകാനും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്, ഈ ഒരു പാലസിലേക്ക് വരുന്നത്. അവർ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെയാണ് ഈ ഒരു പാലസിലേക്ക് വരുന്നത്. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഗെറ്റ് ടുഗതറോ എന്തെങ്കിലും പാർട്ടി ഒക്കെ വരുമ്പോഴാണ് അവർ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ റോയൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ പെറ്റ്സിന് സെപ്പറേറ്റ് പാലസ് ഒക്കെ ഉണ്ട്. അവർ ഇതുപോലെ ആഴ്ചയിലൊക്കെ വന്ന് അവരുടെ പെറ്റ്സിനെ വന്ന് കാണും. ശരിക്കും പറഞ്ഞാൽ ഒരു സൂവിൻ്റെ ഒരു ഷേപ്പിലാണ് അത് മൊത്തം പണിത് വെച്ചേക്കുന്നത്. ഇതൊരു ഹോട്ടലാണ്. ആ ഹോട്ടലിനകത്ത് നമുക്ക് കാണാൻ പറ്റും 17 കുതിരകളുണ്ട്. അത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള 17 കുതിരകളെ നമുക്ക് കാണാൻ പറ്റും. ആ ഹോട്ടലിൻ്റെ പേര് അൽക്കസാർ ഹോട്ടൽ മദീന ജുമേറ എന്നാണ്. അതിൻ്റെ ഓണർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആണ്. ഈ കാണുന്ന ഒരു മാർക്കറ്റാണ്, സൂഖ് മദീന ജുമേറയാണ്. അത് വെളിയിൽ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു മാർക്കറ്റാണെന്നൊന്നും തോന്നില്ല. അത്രയും വലിയൊരു മാർക്കറ്റാണ്. ഈ കാണുന്ന ലോകത്ത് ഒരേ ഒരു 7 സ്റ്റാർ ഹോട്ടലായിട്ടുള്ള ബുർജ് അൽ അറബ് ഹോട്ടലാണ് ഈ കാണുന്നത്. അതിൻ്റെ മുകളിൽ റൗണ്ട് ഷേപ്പിലൊരു സംഭവം കൊണ്ട് അത് ഹെലിപ്പാഡാണ്.
ഈ ഹോട്ടലിന്റെ ഓണർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആണ്. അതുപോലെ തന്നെ ഈ ഹോട്ടലിന്റെ ഒരു നൈറ്റിന് ഏകദേശം 5000 ദിർഹംസ് വേണം എന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ ഇതിന്റെ പണി തുടങ്ങിയത് 1994-ലാണ്. 5 വർഷം എടുത്തു ഈ ഒരു ഹോട്ടലിന്റെ പണി തീരാനായിട്ട്. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഹോട്ടലിന്റെ പേര് ജുമേറ ബീച്ച് ഹോട്ടലാണ്. അതിന്റെ ഡിസൈൻ നോക്കിക്കേ, ഒരു ബോട്ടിന്റെ ഷേപ്പിലാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഹോട്ടലിന്റെ പേര് ജുമേറ അൽമിഷ ഹോട്ടലാണ്. നോക്കിക്കേ, അതിന്റെ ഷേപ്പൊക്കെ നോക്കിക്കേ, ഒരു ഷിപ്പിന്റെ ഷേപ്പാണ് അതിന്. ശരിക്കും നോക്കിക്കേ ഒരു ക്രൂസ് ഷിപ്പിന്റെ അതേ മോഡൽ അല്ലേ. എന്ത് കൺസ്ട്രക്ഷൻ ആണ് അതൊക്കെ, അതിന്റെ പണി നടക്കുകയാണ് ഇപ്പോഴും. ആ ഒരു ഹോട്ടല് ഡിസംബർ ജനുവരിയോടുകൂടി ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. അടുത്ത നമ്മൾ നേരെ ഇനി നമ്മൾ പോകുന്നത് ജുമേറ ബീച്ച് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.